ചിലകിലൊരു വണ്ടി ജസ്റ്റ് ഒരു വണ്ടി വന്ന് ഓപ്പോസിറ്റ് തട്ടിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഗൈസ് എഗെയിൻ നമ്മൾ വീണ്ടും കണ്ണൂർ പോകണം. ഇന്നിപ്പോൾ ഡേറ്റ് 5-ാം തീയതി, 6-ാം തീയതി നമുക്ക് അവിടെ പ്രോഗ്രാം ഉണ്ട്. പോകണം. സമയം ഏകദേശം 11-12 മണിയായി. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത കണ്ണൂരിൽ നിന്ന് കാണാം. പെണ്ണിന് മെസ്സേജ് കൊണ്ടിരിക്കുന്നത് ഞാൻ ആർക്കും മെസ്സേജ് ഗൈസ് നേരെ പോവാണ്. നമുക്ക് പോവാം. ഗൈസ് ഫ്ലാഷ് പറഞ്ഞു കണ്ണാടി കിട്ടിയിട്ടുണ്ട്. ഗൈസ് പറഞ്ഞു ഫീലാണ് ഫ്ലാഷുകൾ വാങ്ങും. ജീവിതം തന്നെ നീ എത്തിറങ്ങി ഒരു 20 കിലോമീറ്റർ കൂടെ ആട് ജീവിതം ഇവിടെയാണ്. രാവിലത്തെ ബ്ലോക്കാണ്. ഞങ്ങൾ അങ്ങനെ ഏതൊക്കെ ഒരു ടൗണിലെത്തി. പാനൂര് അങ്ങനെ എന്തോ ഒരു ടൗണാണ്. പാനൂര് സോറി. എന്ത് സ്കൂള്? എനിക്കിങ്ങനെ പണിയില്ല. വായി നോക്കുക, പെണ്ണുങ്ങളെ നോക്കുക, റമദാൻ മാസം അസ്തഗ്ഫിറുല്ലാ നോമ്പ് എടുക്കാണ്ട് എന്തിനാ ഈ ജീവിതം? വണ്ടിന് ചാടി ചാവ് തള്ളി കൊടുത്തു തന്നെ. അങ്ങനെ നമ്മൾ സ്ഥലത്ത് റീച്ചായിട്ട് നമ്മൾ വണ്ടി പോകാനുള്ള റൂട്ട് കേരളം നോക്കാൻ പോയി. അപ്പോൾ നോക്കാൻ കുറച്ച് ടാസ്ക്കാണ് എങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ ഒക്കെ സെറ്റാക്കി എന്നിട്ട് തിരിച്ച് നമ്മൾ ബാക്കി പരിപാടി നോക്കുമ്പോഴാണ് നമ്മുടെ ചിറക് ഒരെണ്ണം വരുന്ന വഴിക്ക് പൊട്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ആണ് അടുത്ത പരിപാടി. വെൽഡ് ചെയ്യാൻ പോയപ്പോഴാണ് ടാസ്ക് ഗൈസ്. എവിടെയും വെൽഡിങ് വർക്ക്ഷോപ്പില്ല. ലാസ്റ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഒരാൾ വെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ ആൾ പറഞ്ഞു തിരക്കാണപ്പോൾ പറ്റില്ല പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു മേലേക്ക് കൊണ്ടുവരണം. അങ്ങനെ 3ാമത്തെ ബിൽഡിങ്ങിൻ്റെ മേലെ കൊണ്ടുവന്ന് അങ്ങനെ മുപ്പര് വെൽഡ് ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ ഭായിമാരായിരുന്നു. അവർ അടിപൊളിയായിട്ട് വെൽഡ് ചെയ്ത് തന്നു. നമ്മൾ ലാസ്റ്റ് പോകാൻ നേരത്ത് പൈസ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്നും വേണ്ടാതും പറഞ്ഞു. അതാണ് അവരുടെ ഒരു സ്നേഹം. അപ്പോൾ അങ്ങനെ നമ്മൾ വെൽഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മേലെയാണ് ചെയ്തത്. അവരാണ് നമുക്ക് ചെയ്തു തന്ന് അടിപൊളിയായി. സുമാരാണ് നമുക്ക് കയറ്റാൻ സാധിച്ചു. ഗൈസ് ഞങ്ങൾ സാധനം സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. മൊന്തയൊക്കെ അവിടെ അണ്ടർവെയറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത് ഒരു ഒഴിഞ്ഞ തണലുള്ള പ്രദേശമാണ്. പൊതുവെ നമ്മുടെ പാലക്കാട് അപേക്ഷിച്ച് ഇവിടെ ചൂട് കുറവാണ്. അതുകൊണ്ടൊരു സമാധാനം. ഇത്രയും നമ്മൾ ഈ ഉച്ചവെളുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു വെയിലോ കാര്യങ്ങളില്ല. അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്. റമദാൻ മാസത്ത് 6 മണിക്കാണ് നീ റമദാൻ മാസത്ത് നോമ്പ് തുറക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പിള്ളേർ പണിയെടുത്തിട്ട് ക്ഷീണിച്ചിട്ട് അല്ലേ? അതുകൊണ്ട് പഠിച്ചോ പൊറുക്കട്ടെ. നമുക്ക് ഇനി പണി പറയാം. കുളിച്ചൊക്കെ റെഡിയായി സെറ്റായി. നമ്മുടെ പുതിയ ഡ്രൈവർ എടുക്കേണ്ട അന്യം എടുക്കണതാണ് നാണാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ വണ്ടി അങ്ങ് മാറ്റിയിടണം. പോപ്പർ മെഷീനൊക്കെ എന്തെങ്കിലും എത്തിക്കണം. ഒരു സമയത്ത് എല്ലാം 2 ആണ് അല്ലേ? ആ ബാക്കിലുള്ള കമ്പിയാണ് കേട്ടോ. ഇതിന്റെ മേലെയുള്ളത് ഓഹോ വേടാ വേടാ നാല് തക്കിട്. അവര് പുതിയ ചാനൽ തുടങ്ങിച്ചതാ.
ഇന്ന് കൊറേ വെള്ളം കുടിക്കും. ഇല്ല, ഇന്ന് കൊറേ വെള്ളം കുടിക്കും. വെള്ളം കണ്ട ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. സാധനം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വായിക്കാണ്. 2 മണി തൊട്ട് നോക്കിയിട്ട് 3 മണിക്കാണ് കട കിട്ടി. ഫുഡ് കടയിൽ വന്നു പൈസ ഞങ്ങളിതാ കരിഞ്ഞ അൽഫാം റൈസ് 2 മണി നമ്മൾ എത്തി. ചിറകിലൊരു വണ്ടി ആയിട്ട് ജസ്റ്റ് ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടി, അതൊന്ന് ബെൻഡായി, കുറച്ച് കാര്യങ്ങളായി. അപ്പോൾ നമ്മളാ വണ്ടി ഇവിടെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടി വന്ന് ഓപ്പോസിറ്റ് ഒന്ന് തട്ടിയതാണ്. അപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത വീടായിട്ട് നമ്മൾ എത്തുന്നതാണ്. ഇപ്പോൾ അപ്പോഴേക്കും ചിലപ്പോൾ തീയ മൊത്തം ചോദിക്കുന്നു, അതിനല്ലേ ഇതിലേക്ക് കൂടായിട്ട് വയ്യ. അപ്പോൾ നല്ലൊരു വീടാണ്. അത്ര മതി. ചിലപ്പോൾ